ഞാൻ യൂട്രികെയറിന്റെ ഷിമ്മറിന്റെയും കൂടെ റിസൾട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ യൂട്രികെയർ 2 തവണ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വാങ്ങിയപ്പോൾ എനിക്ക് ഒരു ബോട്ടിൽ മാത്രം വാങ്ങാനുള്ള കാശ ഉണ്ടായിരുന്നുള്ള കയ്യില്. ഫസ്റ്റ് ടൈം വാങ്ങിച്ചപ്പോ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. ഫസ്റ്റ് ടൈം വാങ്ങിച്ചപ്പോ എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ പീരീഡ്സിന്റെ ഇതിലാണ്. പീരീഡ്സിന്റെ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക്. പീരീഡ്സിന്റെ ടൈമിൽ ഭയങ്കര പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത പെയിൻ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് 1 മാസം ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക്, ഞാനാണെങ്കിൽ വേറെ കുറച്ച് മെഡിസിൻസ് കഴിക്കുന്ന ആളാണ്. അപ്പൊ അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്ഷീണവും തളർച്ചയും, കണ്ണൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കത്തേ ഉള്ളൂ എനിക്ക്. അപ്പോഴത്തേക്കിനും ഞാൻ ഈ ഒരു ഇത് കഴിച്ച് ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ പറയാൻ തുടങ്ങി, നീ ഇപ്പൊ ആക്റ്റീവ് ആയല്ലോ, നിനക്ക് ഇനിയിപ്പോ ജോലിയൊക്കെ ചെയ്ത് കള്ളം കാണിച്ചിരിക്കണ്ട, നല്ലതായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യ്, ഒരു ക്ഷീണവും ഇല്ല, ഓക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ആ മാസം പീരീഡ്സ് ആയതും പോയതും ഞാൻ അറിഞ്ഞിട്ടില്ല. പെയിനൊന്നും എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. മറ്റേത് ഒരാഴ്ച മുമ്പ് എനിക്ക് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും. അപ്പൊ ആ മാസം എനിക്ക് പീരീഡ്സ് ആയത് ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ യൂസ് ചെയ്യുന്ന, അടുത്ത മാസം അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പോഴത്തേക്കിനും ഞാൻ കടം വാങ്ങിച്ചിട്ട് ഞാൻ യൂട്രികെയർ 3 ബോട്ടിൽ വാങ്ങിച്ചു. അപ്പോഴത്തേക്കും 3 ബോട്ടിൽ വാങ്ങി ഞാൻ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഹസ്ബൻഡിന്റെ അടുത്ത് പോയി ആ ബോട്ടിൽ കംപ്ലീറ്റ് യൂസ് ചെയ്ത് അപ്പോഴത്തേനും എനിക്ക് പീരീഡ്സ് വന്ന്. പിന്നെ നെക്സ്റ്റ് മന്ത് ഞാൻ സെക്കൻഡ് ബോട്ടിൽ ഒരു ഹാഫ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ആയപ്പോഴത്തേനും പീരീഡ്സിന്റെ ഡേറ്റ്, പിന്നെ നമ്മുടെ യൂട്രികെയറിന്റെ വേറൊരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രോപ്പർ, അതായത് 28 ഡേ ആകുമ്പോഴത്തേനും നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് വന്ന് കറക്റ്റ് ആണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. 28ാമത്തെ ദിവസം നമുക്ക് പീരീഡ്സ് ആയിരിക്കും. എന്റെ ഒരു റിസൾട്ട് അങ്ങനെയാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് മന്ത് ആയപ്പോഴും ഡേറ്റ് ആയപ്പോഴും എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് ആവോ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കിനും ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഓൾറെഡി ഗ്യാസും അസിഡിറ്റി ഒക്കെ പ്രോബ്ലം ഉള്ള ആളാണ്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. ഞാൻ ഏപ്രിലിൽ പോയി, മെയ് മാസം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നു, അസിഡിറ്റി കയറുന്നു. അപ്പോഴത്തേനും ചേട്ടൻ ഭയങ്കര വഴക്ക്, പുറത്തുനിന്നുള്ള ഫുഡിനൊക്കെ കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് കഴിക്കാം. ഞാൻ ഓക്കെയാണ് വീട്ടിൽ കഴിക്കാം, പക്ഷെ അവിടുത്തെ കുറച്ച് സിറ്റുവേഷൻസ് മോശമായതുകൊണ്ട് വീട്ടിൽ വെച്ച് കഴിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ച് കണ്ടിന്യൂ ചെയ്ത്. അപ്പൊ ചേട്ടനാണെങ്കിൽ ഭയങ്കര വിഷമം, എനിക്ക് ഫുഡ് പറ്റുന്നില്ല. അപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പിന്നെ കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാർഡ് ടെസ്റ്റ് പോസിറ്റീവായി ഞാൻ മുബഷർ മാമിനോട് പറഞ്ഞു, മാം എനിക്ക് പോസിറ്റീവാണ്. അപ്പോഴത്തേനും പിന്നെ മാം പറഞ്ഞു, എനിക്ക് വിഷമം ഒരു കാര്യമായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാം പറഞ്ഞേടാ ഇനി മെഡിസിൻ കഴിക്കണ്ട. എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പൊ മെഡിസിൻ കഴിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ. കാരണം മെഡിസിൻ കഴിക്കുമ്പോഴാണ് ഞാൻ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. ഭയങ്കര എനർജറ്റിക് ആണ് ഞാൻ. എനിക്ക് ക്ഷീണമില്ല, ഉറക്കം തൂങ്ങത്തില്ല, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ പുറത്ത് നിൽക്കുകയല്ലേ, ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുകയല്ലേ, നമ്മൾ ഉറക്കം തൂങ്ങി നടന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ചീത്തപ്പേര് വരുന്നേ. അപ്പോഴത്തേനും ഞാൻ എന്തായാലും അതാണ് എന്റെ യൂട്രികെയറിന്റെ എക്സ്പീരിയൻസ്. പിന്നെ ഷിമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ നല്ല പല്ലിന് നല്ല പുളിപ്പും ഒക്കെ ഉള്ള ആളാണ്. എനിക്ക് ചൂടുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, തണുപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, മധുരം വായിൽ തൊടാനേ പറ്റത്തില്ല. ഭയങ്കര പുളിപ്പാണ് എനിക്ക് പല്ലിന്. അപ്പം പല്ലിന്റെ പ്രശ്നത്തിനായിട്ട് ഞാൻ കാണിക്കാത്ത ഡെന്റിസ്റ്റുകളുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ഏതൊക്കെ ടൈപ്പ് പേസ്റ്റ് അവൈലബിൾ ആണോ അതെല്ലാം ഞാൻ പല്ലിന്റെ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഷിമ്മറിന്റെ റിവ്യൂസ് ഞാൻ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ എനിക്കത് യൂസ് ചെയ്യാനായിട്ടൊരു പേടി. കാരണം ഇത്രയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊരു റിസൾട്ട്, അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ടും കിട്ടും. കുറെ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നോണോ റിവ്യൂസ് കാണുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛമായിരുന്നു. പിന്നെ എന്തായാലും ഇത്രയൊക്കെ യൂസ് ചെയ്തിട്ടില്ല, ഷിമ്മറും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ 2 ഷിമ്മർ വാങ്ങിച്ചു. 2 ഷിമ്മർ വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ പോയിന്റും കിട്ടും, ഷിമ്മറും കിട്ടും. അങ്ങനെ ഞാൻ ഷിമ്മർ വാങ്ങി എന്തായാലും ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന വെള്ളം കുടിക്കാം, ചൂട് ചായ കുടിക്കാം, ചൂട് കട്ടൻ കുടിക്കാം, എല്ലാം കുടിക്കാനായിട്ടായി. പിന്നെ അതുപോലെ തന്നെ ഗം ബ്ലീഡിങ് മാറി. പിന്നെ എന്റെ പല്ലിനൊക്കെ തേയ്മാനമുള്ള ആളാ. ഇപ്പൊ എനിക്ക് ഷിമ്മർ ഇല്ലാണ്ട് പല്ല് കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും ഷിമ്മർ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഷിമ്മർ അങ്ങോട്ട് മാറ്റി ഒരാഴ്ച കംപ്ലീറ്റ് യൂസ് ചെയ്ത് കാണത്തില്ല. നമ്മുടെ കോൾഗേറ്റ് ഏറ്റവും കൂടുതൽ പരസ്യം വരുന്ന കോൾഗേറ്റിനാണ്. അപ്പൊ കോൾഗേറ്റ് ഞാൻ ജസ്റ്റ് ഒരു 1 വീക്ക് യൂസ് ചെയ്തപ്പോഴത്തേനും പല്ലിൽ നിന്ന് മെല്ലെ മെല്ലെ ചോര വരാനായിട്ട് ഇങ്ങനെ തുടങ്ങി. പല്ലിന് വേദന, തലവേദന സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തായാലും സഹിയായിട്ട് ഞാൻ അമ്മയ്ക്കും ഓർഡർ ചെയ്ത് കൊടുത്തു ഷിമ്മർ. അങ്ങനെ എന്തായാലും ഷിമ്മറിന്റെ റിസൾട്ട് അതാണ് പറയാനുള്ളത്.